അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രത്യേകിച്ചും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാണ്, ചെറുപ്പക്കാരനാകാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഡൈ തേച്ചുകൊണ്ട് നടക്കരുത്. ചെറുപ്പക്കാരനാകാൻ വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യരുത്? ഡൈ തേച്ചുകൊണ്ട് നടക്കരുത്. ഇതൊക്കെ നമ്മുടെ ഇസ്സത്താണ്, നമ്മുടെ അഭിമാനമാണ്. ഈ നരബാധിക്കുക എന്ന് പറയുന്നത് അതൊരു പക്വതയുടെ അടയാളമാണ്. അല്ലേ അബ്ദുറഹ്മാൻ സാഹിബ്? അല്ലേ? ഇത്രയും ചെറുപ്പത്തിൽ അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ ഈ നരയൊക്കെ കണ്ടില്ലേ? ചെറുപ്പമാണ്, പക്ഷെ നരബാധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡൈ ചെയ്യാം. എന്തുകൊണ്ടാ? അതൊരു പക്വതയുടെ അടയാളമാണ്. ഒരു പള്ളി പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു നാടിന്റെ നേതാവ് എന്നൊക്കെ പറയുമ്പോ ഒരു ചെറുപ്പക്കാരനേക്കാൾ എല്ലാവരും കൂടുതൽ അംഗീകരിക്കുന്ന ആരാണ്? ഒരു നരബാധിച്ച, മീശയൊക്കെ നരച്ച അല്ലെങ്കിൽ ദാടി നരച്ച, തലമുടിയൊക്കെ നരച്ച ഒരാൾ വന്ന് ഇച്ചിരി മുതിർന്ന ആളാണ്, ബഹുമാനിച്ച് എല്ലാവരും അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൊടുക്കും. ചെറുപ്പക്കാരനാണെങ്കിൽ അത്രയ്ക്ക് മൈൻഡ് ചെയ്യൂല. പക്ഷെ നരബാധിച്ച ഒരാളൊരു മജ്‌ലിസിലേക്ക്, ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു പരിഗണന സമൂഹം കൊടുക്കും. അത് ഇസ്ലാം കൊടുക്കുന്ന പരിഗണനയാണ്. അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ആ പരിഗണന കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുതിർന്നവർ എന്നുള്ള നിലയ്ക്ക് ഒരു മുതിർന്നവരാണ്. ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് അഴിഞ്ഞു കൊടുക്കുന്നത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഒരു ഹൈന്ദവ സഹോദരൻ, സഹോദരി നമ്മളെക്കാൾ പ്രായം ചെന്ന ഒരാളാണ്, വയസ്സനായ ഒരാളാണ്, അദ്ദേഹം നിൽക്കുകയാണ്, നമ്മൾ ഇരിക്കാൻ പാടില്ല. വിശ്വാസിയായ നമസ്കാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരെ നിർത്തിക്കൊണ്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. അതൊരു മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ അദ്ദേഹത്തിന് ഇരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതാണ് ഒരു മുസ്ലിമിന്റെ കടമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രായം കുറഞ്ഞു കാണാൻ വേണ്ടിയിട്ട്, ചെറുപ്പക്കാരനാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്? ഒരിക്കലും ഡൈ ചെയ്യരുത് എന്നാ ഞാൻ പറയുന്നത്. ആരാണെന്നറിയോ ഈ കറുപ്പ് കണ്ടുപിടിച്ചത്? അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ആരാന്നറിയോ ആദ്യമായിട്ട് ചെറുപ്പക്കാരനാകാൻ വേണ്ടിയിട്ട് ഈ തലമുടിയിലും ഈ ദാടിയിലും ഒക്കെ ആദ്യമായിട്ട് ഡൈ ചെയ്തത്? ഈ ഡൈ ചെയ്യാന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? ഡൈ എന്നാണ് ടൈ എന്നാണോ പറയുന്നത്? എന്താ പറയുന്നത്? ഡൈ തന്നെ പറയുന്നത്. കറുപ്പടിക്കുക, മലയാളം പറയാം. കറുപ്പടിക്കുക എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? ആദ്യമായിട്ട് ദാടിയിലും തലമുടിയിലൊക്കെ കറുപ്പടിച്ചത് ആരാന്നറിയോ? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഒരു അഹങ്കാരിയെ കുറിച്ച്, ഒരു ധിക്കാരിയെ കുറിച്ച്, ഒരു സാധിപതിയെ കുറിച്ച്, അന റബ്ബുകുമുൽ അഅലാ ഫഅഖദഹു അല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ إذ نادى ربك إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى. അല്ലാഹുവിന്റെ ഖുർആൻ സഹോദരങ്ങളെ ഒരുപാട് മോശപ്പെട്ട വിശേഷണങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ട്, ഒരുപാട് മോശങ്ങളായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പടച്ചവനായ തമ്പുരാൻ പരിചയപ്പെടുത്തിയ ഒരു ധിക്കാരിയായ, അഹങ്കാരിയായ, സ്വേച്ഛാധിപതിയായ ഒരു മനുഷ്യനുണ്ട്. ആരാണെന്നറിയോ? സഹോദരങ്ങളെ, ഇന്ന് ഈജിപ്തിന്റെ മിസ്റിലെ ഒരു മ്യൂസിയത്തിൽ, കെയ്റോയിലെ മ്യൂസിയത്തില് വർഷങ്ങളെ കഴിഞ്ഞിട്ടും ശീലചിത്രികിട്ട് വച്ചിരിക്കുന്ന, ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, ചില്ല് കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശവമുണ്ട്. ശവത്തിന്റെ ഉടമയാണ്. ആ ശവത്തിന്റെ ഉടമയാരാണ്? അത് ശപിക്കപ്പെട്ട ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ധിക്കാരിയായ, സ്വേച്ഛാധിപതിയായ, അഹങ്കാരിയായ മനുഷ്യൻ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അവനാണ് ലോകത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഇതിന്റെ അറിവ് പറഞ്ഞോണ്ടെന്നെ നിങ്ങൾ ഇവിടെയാണെന്ന് അറിയണ്ടേ?
കറുപ്പ് ആദ്യമായിട്ട് കറുപ്പടിച്ചത് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അതുകൊണ്ട് പരിസരത്ത് നിൽക്കുന്നവർ ഈ കറുപ്പടിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോളിൻ. ഫിർഔനിന്റെ പ്രൊഡക്ഷനാണ്. എന്ത് ഇടൈ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ മുമ്പിൽ ചെന്ന് പ്രബോധനം ചെയ്യുമ്പോ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ചോദിച്ചു, അല്ല മൂസ, ഞാൻ നിന്റെ മതത്തിലേക്ക് വന്നാൽ അള്ളാഹുവിനെ നടത്തിത്തരും. ഞാൻ അള്ളാഹുവിനോട് ദുആയിരക്കും നിന്റെ ആഗ്രഹം എന്തുണ്ടെങ്കിലും അള്ളാഹു നടത്തിത്തരും. എനിക്ക് നടത്തിത്തരാനുള്ള കഴിവൊന്നുമില്ല, അള്ളാഹ് നടത്തിത്തരും. എന്തായാലും നീ അള്ളാഹുവിന്റെ ദീനിലേക്ക് വാ. അങ്ങനെയെങ്കിലും എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നീ പൂവണിഞ്ഞു തന്നാൽ, ആ ആഗ്രഹം പൂവണിയാനുള്ള സൗകര്യം ഒരുക്കി തന്നാൽ ഞാൻ നിന്റെ മതത്തിലേക്ക് വരാം. നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്താണ്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, എനിക്കൊരു ചെറുപ്പക്കാരനാകണം. എന്താകണമെന്ന് പറഞ്ഞു? എനിക്കൊരു ചെറുപ്പക്കാരനാകണം. അപ്പൊ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി നല്ല പ്രായമുള്ള ആളായിരുന്നു, നല്ല വയസ്സനായ ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അധികാരം കൊണ്ട്, അദ്ദേഹത്തിന്റെ കയ്യൂക്ക് കൊണ്ടും പലരെയും അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ചെറുപ്പക്കാരനാകാൻ, ആ ആഗ്രഹം എനിക്ക് പൂർത്തിയാക്കി തന്നു കഴിഞ്ഞാൽ നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നാളെ നേരം വെളുക്കട്ടെ, നിങ്ങളെ ചെറുപ്പക്കാരനാക്കാം. നാളെ നിങ്ങളെ ഞാൻ ചെറുപ്പക്കാരനാക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റു. സഹോദരങ്ങളെ, രണ്ടുപേരും പിരിഞ്ഞുപോയി. ആ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മുറിയിലേക്ക്, പേഴ്സണൽ റൂമിലേക്ക് ചെല്ലുകയാണ്. ഉറങ്ങാൻ വേണ്ടി ചെല്ലുമ്പോ അതാ ഫിർഔനിന്റെ മന്ത്രിയായ, പ്രൈവറ്റ് സെക്രട്ടറിയായ ഖാറൂൻ കടന്നു വരികയാണ്. ഖാറൂൻ വന്നിട്ട്, ഹാമാൻ വന്നിട്ട് പറയുകയാണ് ഫിർഔനിനോട്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട രാജാവേ, പ്രിയപ്പെട്ട രാജാവേ, നേതാവേ, മൂസാ നബിയോട് നിങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങളെ ചെറുപ്പക്കാരനാക്കി മൂസാ നബിയുടെ മതത്തിൽ വിശ്വസിക്കാമെന്ന് നിങ്ങൾ വാക്കുകൊടുത്തിട്ടുണ്ടോ? ഫിർഔൻ പറഞ്ഞത്, ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. പറഞ്ഞു, വാക്കുകൊടുക്കരുത്, നിങ്ങളെ ഞാൻ ചെറുപ്പക്കാരനാക്കി തരാം. ആരാ ഹാമാൻ? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഹാമാൻ. ഹാമാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം, നിങ്ങളെ ഞാൻ ചെറുപ്പക്കാരനാക്കി തരാം. അങ്ങനെ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യ്, നീ തന്നെ എന്നെ ചെറുപ്പക്കാരനാക്കിക്കോ. ഹാമാൻ പറഞ്ഞു, നിങ്ങളെന്ന് കിടന്നുറങ്ങുക. ആ ഉറങ്ങിയതിനു ശേഷം നിങ്ങൾ നാളെ നേരം വെളുക്കുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ ചെല്ലി നോക്കുമ്പോ നിങ്ങളെ ചെറുപ്പക്കാരനായിരിക്കും. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരം വെളുത്തപ്പോ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി നേരെ ചെന്ന് കണ്ണാടിയുടെ മുമ്പിലേക്ക് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരനായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നരച്ചുപോയ ദാടിയെല്ലാം കറുത്തിരിക്കുകയാണ്, നരച്ചുപോയ മീശയും കറുത്തിരിക്കുന്നു, മുടിയും രോമങ്ങളും എല്ലാം കറുത്തിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ആശ്ചര്യത്തോടുകൂടി വിളിച്ച് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി കൊടുത്തു. എന്താ സംഭവിച്ചത്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി കിടന്നുറങ്ങിയപ്പോൾ ചിത്രങ്ങളെ പഠിപ്പിക്കുന്നു. ഹാമാൻ കറുത്തതായ മഷി കൊണ്ട് തേച്ചതാണ്, കറുത്ത പെയിന്റ് കൊണ്ടുപോയി അടിച്ചതാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ചെറുപ്പക്കാരനാകാൻ. ഉണ്ടോ? ആ കറുപ്പാണ് ഇന്നും നമ്മുടെ പ്രിയപ്പെട്ടവരായ ആളുകളൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കുന്നത്. പൊതു ശരിയാവൂല, കുളി ശരിയാവൂല, എല്ലാം അവതാളത്തിലാകും. ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും എല്ലാം ഇങ്ങനെ കറുപ്പടിച്ചുകൊണ്ട് നടക്കുകയാണ്. ചെറുപ്പക്കാരനാകാൻ വലിയ ഇഷ്ടമാണ്. ായ ഉലമാക്കൾ പറഞ്ഞതുപോലെ പലരുടെയും ആഗ്രഹമാണ് ചെറുപ്പക്കാരന്മാരെ കാണുമ്പോൾ, അല്ലാഹുവേ, ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. 60 വയസ്സുകാരൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, എന്റെ 30 വയസ്സിലേക്ക് ഞാൻ തിരിച്ചു പോയിരുന്നുവെങ്കിൽ, 25 വയസ്സിലേക്കൊന്ന് തിരിച്ചു പോയിരുന്നുവെങ്കിൽ ഞാൻ എത്രയോ ഭാഗ്യമുള്ളവനാകുമായിരുന്നു എന്ന് ആഗ്രഹിച്ചു.
പലരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചവനായ തമ്പുരാൻ നിങ്ങളെ എന്നതിന്റെ ഉദാഹരണമാണ്. നിങ്ങളെ പടച്ചവനായ തമ്പുരാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് 60ഉം 50ഉം 70ഉം കഴിഞ്ഞു എന്നുള്ളത്, നിങ്ങൾക്ക് 50ഉം 60ഉം 70ഉം കഴിഞ്ഞു എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങളെ പടച്ചവനായ തമ്പുരാൻ ഷുഗറും കൊളസ്ട്രോളും ബിപിയും സ്ട്രോക്കും അങ്ങനെ തുടങ്ങി ഒരുപാട് കൊണ്ട് പരീക്ഷിക്കുന്നുവെങ്കിൽ പടച്ചവനായ തമ്പുരാൻ നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥമാണ്. കാരണം 30 വയസ്സുള്ളവൻ ഇന്ന് മരിക്കുന്നു, 25 വയസ്സുള്ളവൻ മരിക്കുന്നു. എത്രയോ അപകടങ്ങളാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. സഹോദരങ്ങളെ, എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. എത്രയോ ചെറുപ്പക്കാരാണ് തമ്മിൽ തല്ലിയിട്ടങ്ങോട്ടും കത്തിക്കെട്ടി നടത്തിയിട്ട് കൊലപാതകങ്ങൾ നടത്തുന്നത്. 15 വയസ്സുകാരൻ ഈ അടുത്ത സമയത്ത് കണ്ണൂർ ജില്ലയിലെ ഷഹബാസ് എന്ന് പറയുന്ന 15 വയസ്സുകാരൻ SSLC പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറായി നിന്ന പൊന്നുമോ മരണപ്പെട്ടതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിപിടി കൂടിയിട്ടല്ലേ, കൂട്ടുകാരന്മാരുടെ തല്ലുകൊണ്ടിട്ടല്ലേ. അങ്ങനെ എത്രയോ മരണങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിലെ എന്റെ നാടിനടുത്ത് വെഞ്ഞാറമൂടുള്ള സഹോദരങ്ങളെ, അഫ്ഫാന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് ദാരുണമായി ക്രൂരമായി കൊല ചെയ്തത്. അതിൽ 13 വയസ്സുകാരനായ കുഞ്ഞനുജനുണ്ട്. ആ അനുജനെ പോലും വിടാതെ 22 വയസ്സുകാരൻ കൊലപാതകിയായി മാറിയെങ്കിൽ സഹോദരങ്ങളെ, പടച്ചവനായ തമ്പുരാൻ ഇങ്ങനെ ഒരു ശിക്ഷയൊന്നും നമുക്ക് തന്നില്ലല്ലോ. തന്നോ? പ്രായം ചെന്നവരെ ഇങ്ങനെ ശിക്ഷ വല്ലതും നിങ്ങൾക്ക് തന്നോ? പരീക്ഷണം വല്ലതും തന്നോ? നിങ്ങൾ അള്ളാഹു കൊലപാതകിയാക്കിയോ? 13 വയസ്സിൽ നിങ്ങൾ മരണപ്പെട്ടോ? 25 വയസ്സിൽ മരണപ്പെട്ടോ? 30 വയസ്സിൽ മരിച്ചോ? ഇപ്പോഴും നിങ്ങൾ 60 വയസ്സിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളാണ് നമ്പർ 1. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, നിങ്ങളുടെ കാലഘട്ടത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ കാലഘട്ടത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പരാമർശിക്കുന്നത്? വലഖദ് ഖലഖകും മിൻ ثم جعل من بعد قوة ضعفا ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. അള്ളാന്റെ ഖുർആൻ ഒരു മനുഷ്യ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 3 ഘട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ ഘട്ടം പറഞ്ഞത് ബലഹീനതയുടെ ഘട്ടമാണ്. ആ ഘട്ടം എന്ന് പറയുന്നത് കൗമാരപ്രായമാണ്. ജനിച്ചത് മുതൽ കൗമാരപ്രായം വരെയുള്ള 18 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് വരെയുള്ള പ്രായം അള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ബലഹീനതയുടെ കാലഘട്ടം, പക്വതയില്ലാത്ത കാലഘട്ടം. അതല്ലേ ശരി? പക്വതയില്ലാത്തത് കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതെ പോകുന്നത്? പക്വതയില്ലാത്തത് കൊണ്ടല്ലേ മുതിർന്നവരെ ഇന്ന് അനുസരിക്കാതെ പോകുന്നത്? മുതിർന്നവരെ കൊച്ചുമക്കൾക്ക് മക്കൾക്ക് 15 വയസ്സുകാരന് 16 വയസ്സുകാരൻ അതവില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വാപ്പ ഇങ്ങോട്ട് വിളിച്ചാൽ അവർ അങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? പക്വതയില്ലാത്തത് കൊണ്ടാണ് അല്ലേ? അങ്ങനെ എന്തെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തെല്ലാം തോന്നിവാസങ്ങൾക്ക് കൗമാരപ്രായക്കാരടിമയായിക്കൊണ്ടിരിക്കുന്നു, ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുന്നു, കഞ്ചാവിനടിമയായിക്കൊണ്ടിരിക്കുന്നു. 8ാം ക്ലാസ്സുകാരന്റെ ബാഗിലും ഇന്ന് കഞ്ചാവിന്റെ പാക്കറ്റുകളാണ്, മയക്കുമരുന്നിന്റെ പാക്കറ്റുകളാണ്, മദ്യക്കുപ്പികളാണ്, സിഗരറ്റിന്റെ കവറുകളാണ് അല്ലേ? അത് കൊടുക്കാനും ചിലർ ഇന്ന് ലൈസൻസ് എടുത്തിരിക്കുകയാണ്. ചില കടക്കാര് കൊച്ചുമക്കൾക്ക് രഹസ്യമായി കൊടുക്കുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയുടെ പല ഭാഗത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല കടകളിലും സ്കൂളുകളുടെ
പരിസരങ്ങളിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ തന്നെ കഞ്ചാവുകൾ, മയക്കുമരുന്നുകൾ, കൊച്ചുമക്കൾ, 6ലും 7ലും 8ലും പഠിക്കുന്ന മക്കൾ എത്രയുണ്ട്? 13 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സാകട്ടെ, അവന്റെ പ്രായം എന്തുണ്ട്? ആ സമയം മുതലേ അവരെ ലഹരിക്കടിമയാക്കുകയാണ് ഇന്നത്തെ സമൂഹം. എന്തുകൊണ്ടാണ് അവരങ്ങനെ ലഹരിക്കടിമയായി കൊണ്ടിരിക്കുന്നത്? പക്വതയില്ലാത്തത് കൊണ്ടാണ്, ബലഹീനതയായതുകൊണ്ടാണ്. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. ഇതിന്റെ ഇനി പിന്നോട്ടുള്ള അങ്ങോട്ടുള്ള അപകടം, ആപത്ത്, വിപത്ത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളിൽ ചെന്ന് വീണുകൊണ്ടേയിരിക്കും. അപകടങ്ങളിൽ ചെന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് അപകടങ്ങൾ. അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അടി കിട്ടുമെന്ന് ഉറപ്പുണ്ട്, എന്നാലും അങ്ങോട്ട് പോയി അടി മേടിക്കാൻ. അടി കിട്ടുമെന്ന് ഉറപ്പുണ്ട്, എന്നാലും അങ്ങോട്ട് പോയി അടി മേടിക്കാൻ. അതാണ് ഇന്നത്തെ സമൂഹം. ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് കൊലപാതകങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് കൂടപ്പിറപ്പിനെവരെയും കൊല്ലാൻ ഒരു സഹോദരന്, ഒരു ജ്യേഷ്ഠ സഹോദരന് മടിയില്ലാതെ വന്നുവെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവന്റെ പക്വത കുറവാണ്. ബുദ്ധി കുറവുള്ളത് കൊണ്ടല്ല, വിവേകമില്ലാത്തത് കൊണ്ടല്ല, വിവരമില്ലാത്തത് കൊണ്ടുമല്ല, അവന് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടുമല്ല, പക്വതയില്ലാത്തത് കൊണ്ടാണ്. കാരണം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഈ ഒരു പ്രായം ലഅഫിന്റെ കാലഘട്ടമാണ്. രണ്ടാമത്തെ കാലഘട്ടം അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ثم جعل من بعد قوة ضعفا ثم جعل من بعد ضعف قوة. ബലഹീനതയുടെ കാലഘട്ടം കഴിഞ്ഞാൽ, അതേ സഹോദരങ്ങള്, പ്രിയപ്പെട്ട ഉമ്മമാരെ, കൗമാര പ്രായം കഴിഞ്ഞാൽ പിന്നെ യുവത്വ കാലഘട്ടത്തിലേക്കാണ് ഒരു മനുഷ്യൻ കാലെടുത്തു വെക്കുന്നത്. ആ കാലഘട്ടത്തിന് അല്ലാഹു ഖുർആൻ പരിചയപ്പെടുത്തിയത് അത് ആരോഗ്യത്തിന്റെ, തന്റേടത്തിന്റെ, പക്വതയുടെ കാലഘട്ടമാണ്. അത് തന്റേടത്തിന്റെ കാലഘട്ടമാണ്. അത് ചോരത്തിളപ്പിന്റെ കാലഘട്ടമാണ്. അത് ധൈര്യത്തിന്റെ, സ്ഥൈര്യത്തിന്റെ കാലഘട്ടമാണ്. എന്തിനും ഏതിനും തയ്യാറുള്ള കാലഘട്ടമാണ്. അതാണ് സഹോദരങ്ങളെ എന്ന് ഒരുപാട് സംഘടനകൾ, ഒരുപാട് പാർട്ടികൾ നമുക്കുണ്ടല്ലോ. ആ സംഘടനകളും പാർട്ടികൾക്കും ഇന്ന് ചുക്കാൻ പിടിക്കുന്നത് യുവത്വമല്ലോ, യുവാക്കളല്ലേ, ചെറുപ്പക്കാരല്ലേ. എന്തുകൊണ്ടാണ് അവർക്ക് ധൈര്യമുണ്ട് ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ? പാർട്ടിയും ഏത് പാർട്ടി നേതാവിന് വേണ്ടിയിട്ടും ഏത് പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടും മുദ്രാവാക്യം വിളിക്കുന്നത് ഇന്ന് ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നതും ചെറുപ്പക്കാരാണ്. കാരണം അവർക്ക് അതിനുള്ള ആരോഗ്യവും തന്റെ ഇടവുമുണ്ട്. അത് തന്നെയാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ബലഹീനതയുടെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യത്തിന്റെ കാലഘട്ടമാണ് നിങ്ങളിലേക്ക് കടന്നു വരിക. ആരോഗ്യമുള്ള കാലഘട്ടത്തിലേക്കാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഞാൻ ക്ഷണിച്ചു കൊണ്ടുപോകും. യുവത്വ കാലഘട്ടത്തിന് നിങ്ങളേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്, ദീനിലേക്ക് ക്ഷണിക്കുകയാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് യുവത്വ കാലഘട്ടം, ഇന്ന് ചെറുപ്പക്കാരുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. യുവതികളുടെ കാലഘട്ടം, യുവതികളുടെ അവസ്ഥ ഇന്ന് വല്ലാത്ത പരിതാപകരമാണ്, വല്ലാത്ത വേദനാജനകമായ അവസ്ഥയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. യുവത്വ കാലഘട്ടം കൊണ്ടുപോയി തുലച്ചു കളയുകയാണ്. മദ്യത്തിനടിമയായിക്കൊണ്ട്, ലഹരിക്കടിമയായിക്കൊണ്ട്, പ്രണയത്തിനടിമയായിക്കൊണ്ട് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവത്വം ഇന്ന് ആ യുവത്വം നശിപ്പിച്ചു കളയുന്നു, തുലച്ചു കളയുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. യുവാവാൻ എല്ലാവർക്കും പറ്റും, യുവാവാൻ എല്ലാവർക്കും പറ്റും. ഈ വയസ്സന്മാരായ ആളുകളൊക്കെ യുവാവായിട്ടാണ് കടന്നു വന്നത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യുവത്വം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള കാര്യത്തിലാണ് വിഷയം. അത് ആർക്കും അറിഞ്ഞൂടാ. യുവാവാൻ എല്ലാവർക്കും പറ്റും. ചെറുപ്പത്തിൽ മരണപ്പെട്ടില്ല എങ്കിൽ പടച്ചവനായ തമ്പുരാൻ തൗഫീഖ് തന്നാൽ 30 വയസ്സുകാരനാകും നമ്മൾ, 35 വയസ്സുകാരനാകും, 40 വയസ്സുകാരനാകും. അപ്പോഴൊക്കെ നമ്മൾ ചുറുചുറുക്കുള്ള യുവാവായിരിക്കും. അതെല്ലാവർക്കും പടച്ചവനായ തമ്പുരാൻ കൊടുക്കും. അതിന്റെ അള്ളാഹുവിന്റെ തൗഫീഖാണ്, റബ്ബിന്റെ സഹായമാണ്, അള്ളാഹുവിന്റെ ഫളിലാണ്, അള്ളാഹു തരുന്ന നിഅമത്താണ്, ബറക്കത്താണ്. നമ്മുടെ ആയുസ്സുള്ള അള്ളാഹു തരുന്നതാണ്.
അല്ലാഹുവിന് വേണ്ടി, നമ്മുടെ പള്ളികൾക്ക് വേണ്ടി, നാടിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി, രാജ്യത്തിന്റെ നല്ല കെട്ടുറപ്പിന് വേണ്ടി യുവത്വ കാലഘട്ടം ഇന്ന് ചെലവഴിക്കുന്ന വിഷയത്തിൽ പരാജയപ്പെട്ടുപോയി. അത് നേരല്ലേ? അത് നേരല്ലേ? കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആർക്കും ഒന്നിനും ഒരു കാര്യത്തിനും സമയമില്ല. ദീനിന്റെ വിഷയത്തിൽ ഒട്ടും തന്നെ ചെറുപ്പക്കാർക്ക് സമയമേ ഇല്ല. ഞാൻ അവരോട് അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഈ യുവത്വ കാലഘട്ടം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അടുത്തയാഴ്ച, അടുത്ത മാസം അങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരു മൂന്നാമതൊരു കാലഘട്ടത്തിലേക്ക് എത്തും. ആ കാലഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഖേദിക്കും, നിങ്ങൾ നിരാശപ്പെടും. അന്ന് നിങ്ങൾ പള്ളിയുടെ അല്ലെങ്കിൽ വീടിന്റെ ഒരു മൂലയിൽ ചെന്നിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, അല്ലാഹുവേ അല്ലാ അലൈത ശബാബ യഊദു യൗമാ ഫഅഖ്ബിറുഹു ബിമാ ഫഅലൽ മശൂദ്. 60 വയസ്സാകുമ്പോ 50 വയസ്സാകുമ്പോ നിങ്ങൾ വീടിന്റെ ഏതെങ്കിലും മൂലക്കിരിക്കുമ്പോ നിങ്ങളുടെ മകൻ പറയും, ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. നിങ്ങളുടെ മക്കള് തന്നെ വന്നിട്ട് പറയും, ഇനി വീട്ടിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് തലമുടി നരച്ച് നമ്മളോട് വന്ന് നാളെ പറയുമ്പോ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മകനെ പേടിച്ച് മകളെ പേടിച്ച് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലക്കിരിക്കുമ്പോ നിങ്ങൾ അന്ന് ചിന്തിക്കും, റബ്ബേ വയസ്സൊന്ന് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. അന്ന് നിങ്ങൾ ഇങ്ങനെ ഖേദിക്കും. അതുകൊണ്ട് 30 വയസ്സുകാരന്മാരും 25 വയസ്സുകാരന്മാരും ഒന്ന് ചിന്തിച്ചോ, നമ്മൾ ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണോ സമ്പാദിക്കുന്നത്, അത് പടച്ചവനായ തമ്പുരാൻ പ്രായം ചെല്ലുന്ന കാലഘട്ടത്തിൽ അത് ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകും. അത് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകും.